ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ മോർണിംഗ്. രാവിലെ അപ്പനും മക്കളും കൂടെ ബുള്ളറ്റ് ഉരുട്ടി കളിക്കുവാണ് കോമ്പൗണ്ടിൽ. നിലവിൽ അതിൽ കയറിയിരുന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. രാവിലത്തെ അവൻ്റെ വാശി അങ്ങ് തീരും. ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നത് ചെറിയ പീസുകളായിട്ട് നുറുക്കി ഉപ്പും മഞ്ഞപ്പൊടിയും, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കുഴച്ച് അല്പം വിനാഗിരി ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ. വെജിറ്റബിളിനായിട്ട് ഇരുന്ന 2 നാടൻ കായ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. രസം ഇന്നലെ അമ്മ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകം ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു വിസിലടിച്ച് മാറ്റി വെച്ച ചോറ് അപ്പോഴേക്ക് വാർത്തിടാൻ സമയമായി. അരി വാർത്തിട്ടേച്ച് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ലേശം മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. കുക്കറിൽ വെന്ത കൂട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെന്ത കിഴങ്ങും ഇട്ടിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 12 മണിയായപ്പോഴേക്ക് എൻ്റെ ജോലികൾ കഴിഞ്ഞു. 3 പേരും മേലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഓരോ ജ്യൂസൊക്കെ കൊടുത്തിട്ട് ഒരു 2 മണിയായപ്പോൾ ഞങ്ങൾ ചോറുണ്ടു. ലോങ് വീഡിയോസ് നെറ്റോസ് എന്ന ചാനലിലുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം.